പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തും. തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ അണ്ണാമലൈ ഉദ്ഘാടനം നിർവഹിക്കും. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഭക്തസംഘടന, സാമുദായിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കും. TV പ്രസാദും പ്രവീൺ പുരുഷോത്തമനും ചേരുന്നു വിശദവിവരങ്ങളുമായി. ആദ്യം TV പ്രസാദിലേക്കാണ്. പ്രസാദ്, നിലവിൽ ഈ ബദൽ സംഗമത്തിന്റെ രാഷ്ട്രീയം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഇത് സർക്കാർ നടത്തിയ സംഗമവുമായുള്ള താരതമ്യം, എത്രത്തോളം ആളുകൾ പങ്കെടുക്കും, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് അല്ലേ പ്രസാദ്? ഉറപ്പായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസത്തോടൊപ്പം വികസനം എന്ന മുദ്രാവാക്യമാണ് ഈ ബദൽ അയ്യപ്പ സംഗമത്തിന്റെ മുദ്രാവാക്യമായി ഇവർ പേരിട്ടിരിക്കുന്നത്. അയ്യപ്പ സംരക്ഷണ സംഗമം എന്നുള്ളതാണ് പരിപാടിയുടെ പേരെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ബദൽ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് തന്നെയാണ്. കാരണം ആ അയ്യപ്പ സംഗമം തീരുമാനിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞ് ഇന്ന് ഇങ്ങനെയൊരു യോഗം നടത്താനുള്ള തീരുമാനം സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. ഇവിടെയും വിശാലമായ രീതിയിൽ പരിപാടി നടത്താനാണ് ആലോചിക്കുന്നത്. പ്രധാനമായും സംഘപരിവാര സംഘടനകളുടെ നേതൃത്വത്തിൽ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ആളുകളെ ഇതിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ വലിയ പരിപാടി നടക്കുന്നത്. അണ്ണാമലയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. എനിക്ക് പിറകിൽ കാണുന്ന ഈ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിൽ 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനമാണ് ഇതിനകം തന്നെ എടുത്തിരിക്കുന്നത്. അതിനുള്ള വലിയ മുന്നൊരുക്കം നടത്തുകയും ചെയ്തു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമം അത് തട്ടിപ്പാണെന്നും അത് രാഷ്ട്രീയം മുൻനിർത്തിയിട്ടുള്ളതാണെന്നും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ പരിക്ക് ഭേദമാക്കുന്നതിനു വേണ്ടി CPIM-ഉം സർക്കാരും ചേർന്ന് നടത്തിയതാണെന്നും അത് വിശ്വാസികൾക്കെതിരാണ് എന്നുള്ളതുമാണ് പ്രധാനമായും ഈ ശബരിമല സംരക്ഷണ സംഗമം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണ് ഒരു ബദൽ സംഗമത്തിനുള്ള നീക്കങ്ങൾ ഇവിടെ നടത്തിയതും വലിയ ജനക്കൂട്ടം ഇന്ന് ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ, സംഘപരിവാരങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്നുള്ളതുമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ജനക്കൂട്ടം വരും എന്ന കാര്യം ഉറപ്പാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് യഥാർത്ഥ പരിപാടി. രാവിലെ 9 മണിക്ക് സെമിനാറുകൾ 3 വിഷയത്തിൽ, ശബരിമലയിലെ വികസനം ഉൾപ്പെടെ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള സെമിനാർ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരിപാടിയിൽ, വിപുലമായ പരിപാടിയിൽ 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശബരിമലയിലെ വിശ്വാസം, ഒപ്പം അവിടുത്തെ വികസനം, അവിടുത്തെ സുരക്ഷ, ഈ കാര്യങ്ങളെല്ലാം പ്രതിപാദിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബദൽ അയ്യപ്പ സംഗമം എന്ന നിലയിൽ ശബരിമല സംരക്ഷണ സംഗമം ഇവിടെ ചേരുന്നത്. ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രവീൺ പുരുഷോത്തമൻ കൂടി ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രവീൺ, അവിടെ ഒരുക്കങ്ങൾ ഏത് രീതിയിലൊക്കെയാണ്? പരിപാടികളുടെ സജ്ജീകരണങ്ങളൊക്കെ പൂർണ്ണമായും? ശബരിമല സംരക്ഷണ സംഗമം അത് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വേദിയാണിത്. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് തന്നെ ഇതിൻ്റെ സംഘാടകർ ഇവിടേക്ക് എത്തിയിരുന്നു. ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തിയിരുന്നു. 20,000 പേരെ ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് ശബരിമല കർമ്മസമിതിയും ഒപ്പം തന്നെ സംഘാടകരും വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഒരു 10,000 പേരെങ്കിലും ഇവിടേക്ക് ഉറപ്പായും എത്തുമെന്നും സംഘാടകർ പറയുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇവിടെ ഇരിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട വേദി കാണാം. സ്റ്റേജൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ മുൻവശത്ത് തന്നെ കസേരകളൊക്കെ നിരന്ന് കഴിഞ്ഞു. ഇന്ന് 2 ഇടങ്ങളിലായിട്ടാണ് ഈ ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുന്നത്. ഈ പ്രധാനപ്പെട്ട വേദിയിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തുക. രാവിലെ 9 മണിക്ക് പന്തളത്ത് തന്നെ മറ്റൊരിടത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ അവിടെ സെമിനാറുകളാണ് നടക്കുന്നത്. 3 വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള സെമിനാർ ആയിരിക്കും നടത്തുക. ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസം, ഒപ്പം തന്നെ സുരക്ഷ, അതിൻ്റെ വികസനം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുന്ന 3 സെമിനാറുകൾ നടക്കും. ഈ ശബരിമല സംരക്ഷണ സംഗമം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടക്കുമ്പോൾ ഇവിടേക്ക് എല്ലാ ഭക്തർക്കും, ഇഷ്ടമുള്ളവർക്കെല്ലാം ഇവിടേക്ക് വരാം എന്ന് പറയുന്നത്. പ്രത്യേക പാസ് സംവിധാനമോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ല. അതേസമയം സെമിനാറിലാണെങ്കിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രം, ലിമിറ്റഡ് ആളുകൾക്ക് മാത്രമേ അവിടെ സെമിനാറിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതിൽ ഒരു 1000 പേരോളം പങ്കെടുക്കും എന്ന് അറിയിക്കുന്നു. ഏതായാലും ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ശബരിമല സംരക്ഷണ സംഗമം നടക്കാൻ പോകുന്നു. 10,000-ഓളം പേർ എത്തുമെന്നാണ് ഏതായാലും ഇപ്പോൾ സംഘാടകർ അവകാശപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സംഗമത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ വരും മണിക്കൂറുകളിലും എത്താം. TV പ്രസാദും പ്രവീൺ പുരുഷോത്തമനുമാണ് വിശദവിവരങ്ങൾ നൽകിയത്.